ഇനി ഡിസംബറായി, ക്രിസ്മസ് ഇങ്ങ് എത്താറായി. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മുടെ ഒരു സ്പെഷ്യൽ ടച്ച് കൊടുത്താലോ? അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസിന് വേണ്ടി എല്ലാ ഐറ്റംസും ഹാൻഡ് മെയ്ഡായിട്ട് വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം അല്ലേ? പിന്നെ പുറത്തുനിന്ന് അധികമൊന്നും മേടിച്ചിട്ടില്ല, ഒരു 100 രൂപയുടെ താഴെ വരുന്ന കുറച്ച് ഐറ്റംസും ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി വീഡിയോ കണ്ടപോലെ ഒരു 10x10 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ പേപ്പർ എടുത്ത് വീഡിയോ കണ്ടതുപോലെ ഒന്ന് മടക്കി ഒന്ന് ഗ്ലൂ തേച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കഴിയുമ്പം പണ്ട് നമ്മൾ കഞ്ഞി കുടിക്കാനൊക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലത്തെ ഒരു കുമ്പിൾ പോലെ കിട്ടും കേട്ടോ. ഇതുപോലെ നമ്മളൊരു 4-5 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നും ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഒട്ടിക്കണം. ഒന്നുമില്ല, സൈഡിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് അടുത്ത പേപ്പറിൻ്റെ സൈഡുമായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 5 എണ്ണം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ 5 എണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടി ഒരു റിബണോ ത്രെഡോ അതിൻ്റെ ഇടയിലൊന്ന് വെച്ചിട്ട് ഗ്ലൂ തേച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ കുറച്ചുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ റിബണോ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു മേരി ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു എന്താ പറയുക കട്ടിങ് ആട്ടോ കൊടുക്കുന്നത്, അപ്പോൾ അതുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാർ റെഡിയായി. ഇനി നിങ്ങൾക്ക് വലിയ സ്റ്റാർ വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ സൈസ് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് റീത്താണ്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്തെടുത്ത സംഭവത്തിലേക്ക് ഇതുപോലെ ഒരു ഗ്രീൻ, ഞാനിതിന് ഗ്രീൻ വള്ളി എന്നാട്ടോ പറയുക, ഇതിനെന്താ പേര് പറയാമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, അതൊന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ടോപ്പിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു റിബണും പിന്നെ ഒരു ബെല്ലും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ സെപ്പറേറ്റ് പുറത്തുനിന്ന് മേടിച്ചതാണ്. റിബൺ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് റീത്ത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്രീ ആട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ താഴത്തെ ഏരിയ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന പേപ്പർ സ്ട്രോ ആണ്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ച് അത് 4 ഒന്ന് ഇതുപോലെ റൗണ്ടാക്കി ഒട്ടിച്ച് അതിൻ്റെ മുകളിലത്തെ ഏരിയ ഇതുപോലെ ഒന്ന് നേരെ കുറിപ്പിച്ച് പിടിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ഗ്രാസിൻ്റെ ഒരു സ്ട്രിങ് കൂടി ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രീ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു കുട്ടി സ്റ്റാർ ഉണ്ടാക്കി അതിൻ്റെ നടുക്കൊരു റിബണൊക്കെ നമ്മൾ കെട്ടിക്കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വേറെ കുറച്ച് റിബൺസൊക്കെ വെച്ച് നമ്മുടെ ട്രീയും കൂടെ സെറ്റാക്കി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഐറ്റം ആട്ടോ നമ്മുടെ പുൽക്കൂട്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് ഈ ഒരു സൈസിലേക്ക് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇനി വിൻഡോയ്ക്ക് വേണ്ടി 3 സൈഡിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വീടിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടി കാർഡ്ബോർഡ് പീസിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നമ്മളൊന്ന് പീൽ ചെയ്തെടുത്താൽ ഇതുപോലത്തെ ഒരു ഐറ്റം കിട്ടും. അപ്പോൾ അത് നമ്മൾ ആ 3 സൈഡിലേക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 സൈഡ് ഒട്ടിക്കുന്നുണ്ട്. താഴത്തെ ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ബോർഡിലും കൂടെ നമ്മുടെ ജനലിൻ്റെ ഒരു ഏരിയയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജനലിൻ്റെ ഒരു ഫീലിംഗ് വരാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കാർബോ പീസ് വെച്ച് അതിൻ്റെ 4 സൈഡൊന്ന് ഒട്ടിച്ച് പിന്നെ കമ്പി പോലെ ഒന്ന് പുറത്തുനിന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൂഫ് സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു കാർബോ പീസ് എടുത്ത് അതിൻ്റെ സൈഡിൽ നിന്ന് ഒട്ടിച്ച് ടോപ്പിലേക്കൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിൽ ആ ഒരു ഹോള് വന്ന ഏരിയ ഇതുപോലെ തന്നെ ഒരു പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന പീസും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ പുൽക്കൂട് സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി ഐറ്റംസ് എന്ന് പറയുന്നത് അതിൻ്റെ മേലെ വെക്കുന്ന പുല്ലാണ്, നമ്മൾ റൂഫിന് വെക്കുന്നത്. അപ്പോൾ പുല്ലിന് പകരം നമ്മളിവിടെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ, ഒരു പേപ്പർ ബാഗ് പോലത്തെ. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സാധാരണ പുല്ല് വെക്കുന്ന പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാ വന്ന ആ ഒരു അതിൻ്റെ ഒരു എൻഡൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് റൂഫിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി വുഡ് വെക്കുന്ന പോലെ തന്നെ നമ്മൾ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 പീസ് വെച്ച് 2 സൈഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഏകദേശം സെറ്റായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ നിങ്ങളുടെ കമൻറ്റ്സ് ഷെയർ ചെയ്യാനും. ബൈ.